വാഴയിലയില്ലാതെ എങ്ങനെ കരിമീൻ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ കരിമീനെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് വരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് നല്ലൊരു മസാലയാക്കി എടുത്തതിന് ശേഷം ഈ വരിഞ്ഞ് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇറക്കി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മസാല പിടിപ്പിക്കണം കേട്ടോ. നല്ല രീതിക്ക് അതിൻ്റെ വരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ സ്ഥലത്തൊക്കെ നന്നായിട്ട് മസാല ഇറങ്ങുന്ന വിധത്തിൽ വേണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ശകലം ഒന്ന് വെള്ളം ചേർത്തിട്ട് വേണം മിക്സ് ചെയ്യാനേ. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി 10-20 തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ഞാൻ ആ മീൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് കുക്കിംഗ് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ട് കുക്കിംഗ് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് കറിവേപ്പില അധികം ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു കരിമീൻ എടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അത് അവിടെ കിടന്ന് ഫ്രൈ ആകട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇപ്പുറത്തൊരു ഫ്രൈ പാൻ വെച്ച് കൊടുത്ത് അതിൽ കുക്കിംഗ് ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം അത് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഈ മാറ്റി വെച്ചേക്കുന്ന ചെറിയ ഉള്ളി അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു ചെറിയ ഉള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചിടുവാണെങ്കിൽ അത്രയും നല്ലത്. ഞാൻ ചതച്ചിട്ടില്ല, അതേ കണക്ക് ഇടുകയാണ് ചെയ്തത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളിയും കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല കൂടി ശകലമൊന്ന് ഇട്ടതിന് ശേഷം ഞാൻ കുറച്ചൊരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ഈ മസാലയിലേക്ക് ഇച്ചിരി ഒന്ന് വെള്ളവും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു കരിമീൻ ഫ്രൈ ചെയ്തെടുത്ത മീൻ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്ത് ഈ ഒരു മസാല പിടിക്കുന്ന രൂപത്തിൽ നന്നായിട്ട് മറിച്ചും തിരിച്ചുമിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ കരിമീൻ്റെ റെസിപ്പി. ഇനി വാഴയിലയില്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുകയൊന്നും വേണ്ട. ഇങ്ങനെ ചെയ്ത് നോക്കിയാലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, ഇനിയും കാണാം അടുത്ത വീഡിയോയിൽ. അപ്പോൾ ബൈ.